പൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്നലെ നടന്ന പ്രഭാഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട സംശയം ഉന്നയിക്കുകയുണ്ടായി. സെന്റ് തോമസ് എന്ന ക്രൈസ്തവാചാര്യൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകൾ എന്താണ് എന്ന് വസ്തുതാപരമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ധർമ്മമായതുകൊണ്ട് ഈ വസ്തുതയെക്കുറിച്ച് പരിശോധിക്കുകയുണ്ടായി. ഏതെങ്കിലും മതത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ ആത്മീയതയുടെയോ ചിന്താധാരയ്ക്കെതിരെ പ്രവർത്തിക്കുകയും എതിർക്കുകയും ചെയ്യുവാൻ വേണ്ടിയല്ല ഈ സംശയത്തിന് ഉത്തരം പറയുന്നത്. മറിച്ച് ഭാരതീയ ചിന്താധാരയ്ക്ക് എതിരെ ഉന്നയിക്കുന്ന അനവധി നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ വരികൾ ഈ ധർമ്മത്തെ അധിക്ഷേപിക്കുവാൻ വേണ്ടി നടത്തുമ്പോൾ അതിനപ്പുറത്ത് എതിരാളികൾ ഉപയോഗിക്കുന്ന വരികൾക്ക് ഉത്തരം പറയണം. ചിന്താധാരകളുടെ തെറ്റുകളെ അവരെയും അവരുടെ അനുകൂലികളെയും അറിയിക്കണം. സത്യസന്ധമായ വസ്തുത എന്താണെന്ന് അറിയിക്കണം. ചിരപുരാതനമായ ഒരു ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുവാൻ എന്ന രീതിയിൽ മതപരിവർത്തനം നടത്തുമ്പോൾ ആ മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന ചിന്താധാരകളുടെ ശാസ്ത്രീയവും ചരിത്രപരവുമായ സത്യം അറിയിക്കുവാൻ വേണ്ടിയാണ് ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് സെന്റ് തോമസിന്റെ ചരിത്രം വിവരിക്കുന്നത്. പ്രസിദ്ധനായ പ്രൊഫസർ ഐസക് ചരിത്ര വിഭാഗത്തിൽ നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമായി പുറത്തിറക്കിയ പ്രബന്ധത്തിലാണ് ഈ വസ്തുത അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദീർഘമായ പാരമ്പര്യം അവകാശപ്പെടുക എന്നത് ഏത് സമൂഹത്തിൻ്റെയും പൊതുസ്വഭാവമാണ്. സമൂഹ രൂപവത്കരണ പ്രക്രിയയിൽ മിത്തുകൾ വരുന്നതും സ്വാഭാവികം തന്നെയാണ്. ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന മിത്തുകൾക്ക് പലപ്പോഴും യാതൊരുവിധ ചരിത്ര പശ്ചാത്തലവും ഉണ്ടായിരിക്കുകയില്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അത്തരത്തിൽ ശ്രദ്ധേയമായ പാരമ്പര്യവാദമാണ് കേരളത്തിലെ ക്രൈസ്തവർ, പ്രത്യേകിച്ചും സുറിയാനി ക്രൈസ്തവർ അവകാശപ്പെടുന്ന അപ്പോസ്തലിക പാരമ്പര്യം അഥവാ സെന്റ് തോമസ് പാരമ്പര്യം. കേരളത്തിൽ ക്രിസ്തുമതം ജന്മം കൊള്ളുന്നത് ക്രിസ്തു ശിഷ്യനായ തോമസിൽ കൂടിയാണ് എന്ന് പറയുന്നത് കേവലം മിഥ്യയാണെന്ന് ചരിത്രപരമായി അല്പം വിശകലനം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുമ്പേ തന്നെ ക്രിസ്തുമതം എത്തി എന്നത് സത്യമാണ്. ആ സത്യത്തിന്റെ മറവിൽ നെയ്തെടുത്ത കഥയത്രേ മുകളിൽ സൂചിപ്പിച്ച സെന്റ് തോമസ് പാരമ്പര്യവാദം. തികച്ചും ഹൈന്ദവ സംസ്കാരവും പാരമ്പര്യങ്ങളും വെച്ച് പുലർത്തിയിരുന്ന ഒരു ചെറിയ സമൂഹമായിരുന്നു ഇവിടുത്തെ ആദിമ ക്രൈസ്തവർ. ഈ നില ഏതാണ്ട് പോർച്ചുഗീസുകാരുടെ വരവോളം തുടർന്നിരുന്നു. ഇതൊരു ചരിത്രം സത്യം മാത്രമാണ്. ജാതി വ്യവസ്ഥയും മറ്റും നിലനിന്നിരുന്ന കേരളത്തിൽ ഇപ്രകാരം ഒരു വിശ്വാസം അതിൻ്റെ രീതിയിൽ വളർന്നിരുന്നു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മാത്രം വ്യത്യാസമുണ്ടായിരുന്ന ഹൈന്ദവ സമൂഹമായിരുന്നു ചുരുക്കത്തിൽ ഇവിടെ ആദിമകാലത്ത് ജന്മം കൊണ്ട ക്രൈസ്തവ സമൂഹം. ഇന്നത്തെ കേരള ക്രൈസ്തവ സമൂഹം പരക്കെ വിശ്വസിച്ചു വരുന്ന സെന്റ് തോമസ് പാരമ്പര്യം പിൽക്കാല സാമ്രാജ്യ താൽപര്യവും വൈദേശിക മേൽക്കോയ്മ താൽപര്യവും അടിച്ചേൽപ്പിച്ച കെട്ടുകഥയുടെ ആവർത്തനം മാത്രമാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ ഭാരതീയ കാഴ്ചപ്പാടുകളും സവിശേഷതകളും ഇല്ലായ്മ ചെയ്ത് റോമിൻ്റെയോ അന്ത്യോഖ്യായുടെയോ ആധിപത്യം ഉറപ്പിക്കുക എന്ന തന്ത്രത്തിൻ്റെ പുനരുക്തി മാത്രമാണ് സെന്റ് തോമസ് പാരമ്പര്യ കഥയ്ക്ക് പിന്നിലുള്ളത് എന്നുള്ളതാണ് ചരിത്ര വസ്തുത. ഇത് ഞാൻ പറയാൻ കാരണം ഇനിയുള്ള വസ്തുതകൾ, ഇനി ഞാൻ പറയാൻ പോകുന്ന വസ്തുതകൾ ഈ ചരിത്ര സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ക്രിസ്തു ശിഷ്യനായ തോമസ് AD 52 കൊടുങ്ങല്ലൂരിലെത്തി. ഇവിടത്തെ നമ്പൂതിരിമാരെ ക്രിസ്തുമാർഗം ചേർത്ത് അവർക്ക് വേണ്ടി കേരളത്തിൽ പലയിടങ്ങളിലായി 8 പള്ളികൾ സ്ഥാപിച്ചു എന്നും അതിനുശേഷം കിഴക്കോട്ട് സഞ്ചരിച്ച് ഏതാണ്ട് മദ്രാസിനടുത്തുള്ള മൈലാപ്പൂർ വരെ എത്തി. തുടർന്ന് മൈലാപ്പൂരിൽ വെച്ച്
രക്തസാക്ഷിത്വം വരിച്ചു എന്നുമാണ് ഈ കഥ. ഇതൊരു കഥ മാത്രമാണ്. ഇത് ആരുടെയോ ഭാവനാവിലാസത്തിൽ മുളച്ച കഥയാവാം. പക്ഷേ ഈ കഥയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ ഒരു പരിശോധനയ്ക്ക് തോമസിന്റെ പ്രായം, ഭൂമിശാസ്ത്രം, നമ്പൂതിരി സമൂഹത്തിന്റെ രൂപവൽക്കരണം, പള്ളി സങ്കല്പം, യുക്തി തുടങ്ങിയ ചരിത്ര പഠന ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടതായിരിക്കുന്നു. ഈ ലേഖനത്തിൽ അത്തരമൊരു ചെറിയ ഉദ്യമം, ചരിത്ര വസ്തുതകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും സത്യസന്ധമായി അന്വേഷിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഞാനത് ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ്. AD 28 ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുന്നത്. ക്രിസ്ത്വാബ്ദം 52 തോമസ് കേരളത്തിൽ എത്തിയത് എന്നതാണ് ഐതിഹ്യം. അതായത് ക്രിസ്തു ജനിച്ച് 56 വർഷങ്ങൾക്ക് ശേഷമാണ് തോമസ് കേരളത്തിലെത്തിയത്. ക്രിസ്തു 30 വയസ്സിന് ശേഷമാണ് മതപ്രചരണം ആരംഭിച്ചത്. ഇത് തീർച്ചയായും അന്നാട്ടിലെ ആളുകളുടെ ഗുരുവിനോടോ പ്രവാചകനോടോ ഉള്ള മനോഭാവം വെളിവാക്കുന്നു. ഗുരു അഥവാ പ്രവാചകൻ തീർച്ചയായും പക്വത ആർജിച്ച വ്യക്തിയായിരിക്കണം. അതുകൊണ്ടാവാം ക്രിസ്തു പോലും മതപ്രചാരണം ആരംഭിക്കുന്നത് 30 വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ്. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാരായി തീർന്നവർക്ക് അക്കാലത്ത് 30 വയസ്സിലധികമാവാനാണ് സാധ്യത എന്നുള്ളത് വസ്തുതയാണല്ലോ. അതുകൊണ്ട് തോമസ് ക്രിസ്തു ശിഷ്യനാകുമ്പോൾ ഏതാണ്ട് 40-50 വയസ്സിനിടയിലാവാനാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്നുള്ളതാണ് സാധ്യത. ബൈബിൾ ഏതാണ്ട് ക്രിസ്ത്വാബ്ദം 50-നും 70-നും ഇടയ്ക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ രചന തുടങ്ങുന്ന കാലത്ത് ശിഷ്യന്മാരെല്ലാം തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നതായി ചരിത്രം സൂചന നൽകുന്നുമുണ്ട്. ക്രിസ്തുവോ ശിഷ്യന്മാരോ അല്ല ബൈബിൾ എഴുതിയത്. ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും ദർശനങ്ങൾ പിൽക്കാലത്ത് AD 50-നും 70-നും ഇടയ്ക്ക് മൂപ്പന്മാർ എന്ന് വിളിക്കപ്പെടുന്ന അപ്പോസ്തല സംഘം ആണ് എഴുതിയതെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ ക്രിസ്ത്വാബ്ദം 50-ന് മുൻപ് എല്ലാ ശിഷ്യന്മാരും മരിക്കുകയോ രക്തസാക്ഷിത്വം വരിക്കുകയോ ചെയ്തിരിക്കാം. ചരിത്രം തരുന്ന സൂചന ഇതാണ്. അഥവാ ക്രിസ്ത്വാബ്ദം 52-ൽ കേരളത്തിൽ എത്തിയെങ്കിൽ അപ്പോൾ തോമസിന് 70 വയസ്സെങ്കിലും ഉണ്ടാവാനാണ് സാധ്യത. ഇത്ര വൃദ്ധനായൊരു വ്യക്തിക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അക്കാലത്ത് കേരളത്തിലെത്താനാകുമോ? അഥവാ എത്തിയാൽ തന്നെ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന വിവിധങ്ങളായ ഗ്രാമ്യഭാഷകളിലൂടെ മതപ്രചരണം നടത്താൻ കഴിയുമോ? ഈ സംശയങ്ങൾക്ക് യുക്തിസഹമായ മറുപടി കണ്ടെത്തുകയേ വഴിയുള്ളൂ. അതാണ് ചരിത്ര സത്യം പഠിക്കുന്ന വ്യക്തി ചെയ്യേണ്ടതും. കേരളത്തിൽ തോമസ് എത്തി എന്നതിന് യാതൊരു ചരിത്രരേഖകളുമില്ല. കേരളത്തിലെത്തിയ തോമസിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ലേഖനങ്ങളോ സുവിശേഷങ്ങളോ ഉള്ളതായി ഒരു തെളിവുമില്ല. ബൈബിളിലെ പുതിയ നിയമത്തിന്റെ പകുതി ഭാഗങ്ങളും പുതുതായി മതപരിവർത്തനം നടത്തിയ വിവിധ ദേശങ്ങളിലെ ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ അത്രേ. അത്തരത്തിലൊരു ലേഖനം കേരള ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവകാശപ്പെടാനില്ല. അതുകൊണ്ട് കേരളത്തിൽ ക്രിസ്തുമതം എത്തിയത് ആരുടെയും ബോധപൂർവമായ ശ്രമത്തിലൂടെ അല്ല എന്ന് മനസ്സിലാക്കാം. കേരള ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പഴക്കം ചെന്ന ചരിത്രരേഖ തരിശാപ്പള്ളി ചേപ്പാടാണ്. ഇതിന്റെ കാലപ്പഴക്കമാകട്ടെ ഏതാണ്ട് 9-ാം നൂറ്റാണ്ടും, കൃത്യമായി പറഞ്ഞാൽ AD 849 എന്നതും ചരിത്രാന്വേഷകന്റെ ദൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്, ചരിത്ര വസ്തുതയാണ്. കേരളത്തിൽ വന്ന തോമസ് നമ്പൂതിരിമാരെ മാർഗം ചേർത്തു എന്നത് പരക്കെ വിശ്വസിക്കുന്നു. ഇതിനും യാതൊരു ചരിത്ര പശ്ചാത്തലവുമില്ല. കേരളത്തിൽ സമൂഹ രൂപവൽക്കരണത്തിൽ നമ്പൂതിരിമാർ എപ്രകാരം പ്രവർത്തിച്ചിരുന്നു എന്ന് പരിശോധിച്ചാൽ ഏതാണ്ട് ക്രിസ്ത്വാബ്ദം 4-ാം നൂറ്റാണ്ടു വരെ നമ്പൂതിരി എന്ന സമൂഹം രൂപപ്പെട്ടിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ലോഗൻ, ഇളംകുളം എന്നിവരുടെ അഭിപ്രായത്തിൽ നമ്പൂതിരി സമൂഹം രൂപപ്പെടുന്നത് യഥാക്രമം 7-8 നൂറ്റാണ്ടുകളിലാണ്. ആ സ്ഥിതിക്ക് പിന്നെ എങ്ങനെ ഇല്ലാത്ത നമ്പൂതിരിയെ കൊണ്ട് വരാത്ത തോമസിന് ക്രിസ്തുമാർഗം സ്വീകരിപ്പിക്കാൻ കഴിയും? ഈ മതപരിവർത്തനവാദം യുക്തിക്ക് നിരക്കുന്നതാണോ? ഇതൊരു പുനരുക്തിവാദം മാത്രമാണ്. തോമസ് എന്ന ക്രിസ്തു ശിഷ്യൻ ഭാരതത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള കാൻഡഹാറിലാണ് എത്തിയത് എന്ന് ക്രൈസ്തവ
വേദശാസ്ത്ര പണ്ഡിതന്മാർ പരക്കെ അംഗീകരിച്ചു തുടങ്ങിയ സത്യമാണ് കാൻഡഹാറിൽ എത്തുക എന്നത് യുക്തിക്ക് നിരക്കുന്നതത്രേ.